ഓം ശാന്തി. 14/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓരോ ചുവടിലും ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കൂ, എങ്കിൽ മായയുടെ യുദ്ധം ഉണ്ടാവുകയില്ല. ചോദ്യം: ഉയർന്ന പദവി പ്രാപ്തമാക്കാനുള്ള ആധാരം എന്താണ്? ഉത്തരം: ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നതിനായി ബാബയുടെ ഓരോ ഡയറക്ഷനും അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. ബാബയുടെ ഡയറക്ഷൻ ലഭിച്ചു, കുട്ടികൾ അംഗീകരിച്ചു. രണ്ടാമതൊന്ന്, സങ്കല്പത്തിൽ പോലും വരരുത്. ഈ ആത്മീയ സർവീസിൽ മുഴുകൂ. നിങ്ങൾക്ക് മറ്റൊന്നിൻ്റെയും ഓർമ്മ വരുവാൻ പാടില്ല. താങ്കൾ മരിച്ചു എങ്കിൽ ലോകം മരിച്ചു. അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും. ഗീതം: നിന്നെ നേടി നമ്മൾ ലോകം നേടി. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഈ ഗീതം കേട്ടു. അത് ഭക്തി മാർഗത്തിൻ്റെതാണ് പാടപ്പെട്ടിരിക്കുന്നത്. ഈ സമയം ബാബ ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ രാജ്യത്തെ ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. ഭാരതത്തിൻ്റെ രാജ്യം വളരെ പേർ തട്ടിയെടുത്തുവല്ലോ. മുസൽമാന്മാർ തട്ടിയെടുത്തു, ഇംഗ്ലീഷുകാർ തട്ടിയെടുത്തു. വാസ്തവത്തിൽ ആദ്യം രാവണനാണ് തട്ടിയെടുത്തത്, ആസുരീയ മതത്തിലൂടെ. ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ എന്ന കുരങ്ങന്മാരുടെ ഈ ചിത്രം ഉണ്ടാക്കുന്നതിലും ഒരു രഹസ്യം ഉണ്ടാകുമല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഒരു ഭാഗത്ത് രാവണന്റെ ആസുരീയ സമ്പ്രദായം, അവർ ബാബയെ അറിയുന്നില്ല. മറുഭാഗത്ത് കുട്ടികളായ നിങ്ങളും മുൻപ് അറിഞ്ഞിരുന്നില്ല. ബാബ ഇദ്ദേഹത്തെക്കുറിച്ചും, അതായത് ബ്രഹ്മാവിനെ കുറിച്ചും കേൾപ്പിക്കുന്നു. ഇദ്ദേഹവും വളരെയധികം ഭക്തി ചെയ്തിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. ഈ ഒന്ന് ആദ്യം പാവനമായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. ഈ ഒന്നിനെ ഞാൻ അറിയുന്നു. ഇപ്പോൾ നിങ്ങൾ മറ്റാരുടെയും മതം കേൾക്കേണ്ടതില്ല. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളോട് സംസാരിക്കുന്നു. ഇടയ്ക്ക് ആരെങ്കിലും ബന്ധുമിത്രാദികളെയോ മറ്റോ കൊണ്ടുവരികയാണെങ്കിൽ സംസാരിക്കുന്നില്ല. ആദ്യത്തെ കാര്യമാണ് പവിത്രമാകണം. അപ്പോൾ തന്നെയാണ് ബുദ്ധിയിൽ ധാരണയുണ്ടാകുന്നത്. ഇവിടെയുള്ള നിയമങ്ങൾ വളരെ കടുത്തതാണ്. മുൻപ് പറയുമായിരുന്നു, 7 ദിവസം ഭട്ടിയിലിരിക്കണം, മറ്റൊന്നിൻ്റെയും ഓർമ്മ വരരുത്, കത്തും മറ്റും എഴുതരുത്. എവിടെയും കഴിയാം, പക്ഷേ മുഴുവൻ ദിവസവും ഭട്ടിയിൽ ഇരിക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഭട്ടിയിൽ ആയിരുന്ന ശേഷം പിന്നെ പുറത്തിറങ്ങുന്നു. ചിലരാണെങ്കിൽ ആശ്ചര്യപൂർവം കേൾക്കുന്നു, പറഞ്ഞുകൊടുക്കുന്നു, അഹോ മായ, പിന്നെ ഓടിപ്പോകുന്നവരായി. ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ബാബ പറയുന്നതിനെ മാനിക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ വാനപ്രസ്ഥിയാണ്. നിങ്ങൾ എന്തിന് വെറുതെ കുടുങ്ങിക്കിടക്കുന്നു? നിങ്ങൾ ഈ ഈശ്വരീയ സർവീസിൽ മുഴുകൂ. നിങ്ങൾക്ക് മറ്റൊന്നിൻ്റെയും ഓർമ്മ വരുവാൻ പാടില്ല. നിങ്ങൾ മരിച്ചു എങ്കിൽ ലോകം മരിച്ചു. അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും. നിങ്ങളുടെ പുരുഷാർത്ഥം തന്നെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെതാണ്.
ഓരോ ചുവടിലും ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കേണ്ടി വരും. എന്നാൽ ഇതിലും ധൈര്യം ആവശ്യമാണ്. വെറുതെ പറയുന്നതിൻ്റെ കാര്യമല്ല. മോഹത്തിൻ്റെ ചരട് നിസ്സാരമല്ല. നഷ്ടോ മോഹ ആകണം. എനിക്ക് ഒരു ശിവ് ബാബ, രണ്ടാമത് ആരുമില്ല. നമ്മൾ ബാബയുടെ ശരണമെടുക്കുന്നു. നമ്മൾ ഒരിക്കലും വിഷം നൽകില്ല. നിങ്ങൾ ഈശ്വരൻ്റെ നേർക്ക് വരുമ്പോൾ മായയും നിങ്ങളെ വിടുകയില്ല. നല്ലവണ്ണം വീഴ്ത്തും. വൈദ്യന്മാരും പറയുന്നു, ഈ ഔഷധത്തിലൂടെ ആദ്യം മുഴുവൻ രോഗവും പുറത്തു വരും. ഭയപ്പെടേണ്ടതില്ല. ഇതും ഇങ്ങനെയാണ്. മായ നല്ലവണ്ണം ശല്യം ചെയ്യും. വാനപ്രസ്ഥ അവസ്ഥയിൽ പോലും വികാരത്തിൻ്റെ സങ്കല്പം കൊണ്ടുവരും. മോഹം ഉൽപ്പന്നമാകും. ബാബ ആദ്യമേ തന്നെ പറഞ്ഞു തരുന്നു, ഇതെല്ലാം ഉണ്ടാകും. ഏതുവരെ ജീവിച്ചിരിക്കുമോ ഈ മായയുടെ ബോക്സിംഗ് തുടർന്നുകൊണ്ടിരിക്കും. മായയും ഗുസ്തിക്കാരനായി നിങ്ങളെ വിടുകയില്ല. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ മായയോട് വികൽപ്പങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറയുകയില്ല. ബാബ കൃപ കാണിക്കൂ എന്ന് വളരെ പേർ എഴുതുന്നു. ഞാൻ ആരിലും കൃപ കാണിക്കുകയില്ല. ഇവിടെ നിങ്ങൾക്ക് ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. കൃപ കാണിക്കുകയാണ് എങ്കിൽ പിന്നെ എല്ലാവരും മഹാരാജാവായി മാറും. ഡ്രാമയിലും ഇല്ല. എല്ലാ ധർമ്മത്തിലുള്ളവരും വരുന്നു. ആര് മറ്റ് ധർമ്മങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാകുമോ അവർ വരും. ഈ സാപ്ലിംഗ് നടുകയാണ്. ഇതിൽ വലിയ പ്രയത്നമുണ്ട്. പുതിയതായി ആര് വരുന്നുവോ അവരോട് കേവലം പറയണം, ബാബയെ ഓർമ്മിക്കൂ. ശിവ ഭഗവാൻ വാച. കൃഷ്ണൻ ഭഗവാനല്ല. കൃഷ്ണനാണെങ്കിൽ 84 ജന്മങ്ങളിൽ വരുന്നു. അനേകം മതങ്ങളും അനേകം കാര്യങ്ങളുമുണ്ട്. ഇത് ബുദ്ധിയിൽ പൂർണ്ണമായും ധാരണ ചെയ്യണം. നമ്മൾ പതീതമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പാവനമാകും എന്നത് ബാബ പറയുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും പറഞ്ഞിരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ദേഹത്തിൻ്റെ സർവധർമ്മങ്ങളും ഉപേക്ഷിച്ച് ജീവിച്ചിരിക്കെ മരിക്കൂ. ഏക പിതാവായ എന്നെ തന്നെ ഓർമ്മിക്കൂ. ഞാൻ സർവരുടെയും സദ്ഗതി ചെയ്യുവാൻ വന്നിരിക്കുന്നു. ഭാരതവാസികൾ തന്നെയാണ് ഉയർന്നവരാകുന്നത്. പിന്നെ 84 ജന്മമെടുത്ത് താഴെ ഇറങ്ങുന്നു. പറയൂ, നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ് ഈ ദേവീ ദേവന്മാരുടെ പൂജ ചെയ്യുന്നത്. ഇവർ ആരാണ്? ഇവർ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നുവല്ലോ. ഇപ്പോൾ എവിടെയാണ്? 84 ജന്മങ്ങൾ ആരാണ് എടുക്കുന്നത്? സത്യയുഗത്തിൽ ഈ ദേവീ ദേവന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ മഹാഭാരത യുദ്ധത്തിലൂടെ എല്ലാത്തിൻ്റെയും വിനാശം ഉണ്ടാകണം. ഇപ്പോൾ എല്ലാവരും പതീതവും തമോ പ്രധാനവുമാണ്. ഞാനും ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ തന്നെയാണ് വന്ന് പ്രവേശിക്കുന്നത്. ഇദ്ദേഹം പൂർണ്ണ ഭക്തനായിരുന്നു. നാരായണന്റെ പൂജ ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിൽ തന്നെ പ്രവേശിച്ച് പിന്നെ ഇദ്ദേഹത്തെ നാരായണനാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കും പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഈ ഡെയ്റ്റി രാജധാനി, അതായത് ദേവതാ രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. മാല തയ്യാറാകുന്നുവല്ലോ. മുകളിൽ നിരാകാരമാകുന്ന പുഷ്പം, പിന്നെ മേരു യുഗൾ. ശിവബാബയ്ക്ക് താഴെയായി പൂർണ്ണമായും ഇവർ നിൽക്കുന്നു. ജഗത് പിത ബ്രഹ്മാവും ജഗദംബ സരസ്വതിയും. ഇപ്പോൾ നിങ്ങൾ ഈ പുരുഷാർത്ഥത്തിലൂടെ വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നു. ഭാരതം നമ്മുടേതാണ്.
പ്രജയും ഇങ്ങനെ പറയുന്നുവല്ലോ. നിങ്ങളും മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാണ്, നമ്മൾ രാജ്യം ഭരിക്കും, മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കുകയില്ല. ഇത് നമ്മുടെ രാജധാനിയാണ് എന്ന് പറയുകയില്ല, മറ്റൊരു രാജധാനി ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ധാരാളമുണ്ട്, അപ്പോൾ എൻ്റേത് നിൻ്റേത് എന്നത് പറയുന്നു. അവിടെ ഈ കാര്യങ്ങൾ തന്നെയില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ആരെങ്കിലും മുന്നിൽ ഇരുത്തി യോഗം ചെയ്യിക്കണം, ദൃഷ്ടി നൽകണം എന്നാകരുത്. ബാബ പറയുന്നു, നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കണം. തൻ്റെ ചാർട്ട് വയ്ക്കൂ. മുഴുവൻ ദിവസവും എത്ര സമയം ഓർമ്മിച്ചു? രാവിലെ എഴുന്നേറ്റ് എത്ര സമയം ബാബയോട് സംസാരിച്ചു? ഇന്ന് ബാബയുടെ ഓർമ്മയിലിരുന്നോ? ഇങ്ങനെ സ്വയം പ്രയത്നിക്കണം. നോളജ് ബുദ്ധിയിലുണ്ട്, പിന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. കാമം മഹാശത്രുവാണ് എന്നത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. 2-4 വർഷം ഇരുന്ന് പിന്നെ മായയുടെ ശക്തമായ അടി കൊള്ളുമ്പോൾ വീണു പോകുന്നു. പിന്നെ എഴുതുന്നു, ബാബ നമ്മൾ മുഖം കറുപ്പിച്ചു. ബാബ മുഖം കറുപ്പിക്കുന്നവർക്ക് എഴുതുന്നു, 12 മാസം ഇവിടെ വരേണ്ടതില്ല. നിങ്ങൾ ബാബയോട് പ്രതിജ്ഞ ചെയ്ത ശേഷവും വികാരത്തിൽ വീണു. എൻ്റെ അടുക്കൽ ഒരിക്കലും വരേണ്ടതില്ല. വലിയ ലക്ഷ്യമാണ്. ബാബ വന്നിരിക്കുന്നത് തന്നെ പതീതത്തിൽ നിന്നും പാവനമാക്കുവാനാണ്. വളരെയധികം കുട്ടികൾ വിവാഹം കഴിച്ച് പവിത്രമായിരിക്കുന്നു. ഏതെങ്കിലും പെൺകുട്ടിക്ക് അടി കൊള്ളുന്നു എങ്കിൽ അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗാന്ധർവ വിവാഹം ചെയ്ത് പവിത്രമായിരിക്കുന്നു. അതിലും ചിലരെ മായ മൂക്കിന് പിടികൂടുന്നു, തോറ്റുപോകുന്നു. സ്ത്രീകളും വളരെയധികം തോൽക്കുന്നു. ബാബു പറയുന്നു, നിങ്ങൾ ശൂർപ്പണഖയാണ്. ഈ നാമങ്ങളെല്ലാം ഈ സമയത്തിൻ്റെതാണ്. ഇവിടെയാണെങ്കിൽ ബാബ വികാരിയായ ആരെയും ഇരിക്കുവാൻ അനുവദിക്കില്ല. ഓരോ ചോലിലും ബാബയിൽ നിന്നും നിർദ്ദേശമെടുക്കേണ്ടി വരും. സറണ്ടർ ആകുന്നുവെങ്കിൽ പിന്നെ ബാബ പറയും, ഇപ്പോൾ ട്രസ്റ്റിയാകൂ, നിർദ്ദേശമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. കണക്ക് പറയണം, അപ്പോൾ നിർദ്ദേശം തരും. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഭോഗ് വെച്ചുകൊള്ളൂ, എന്നാൽ ഞാൻ ഭക്ഷിക്കുന്നില്ല, ഞാൻ ദാതാവാണ്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. രാത്രി ക്ലാസ് 15/6/68. എന്താണോ പാസ്റ്റ് ആയത് അതിനെ റിവൈസ് ചെയ്യുന്നതിലൂടെ ദുർബല ഹൃദയം ഉള്ളവരുടെ ഹൃദയത്തിലെ ദൗർബല്യവും റിവൈസ് ആകുന്നു. അതിനാൽ കുട്ടികളെ ഡ്രാമയുടെ പാളത്തിൽ നിർത്തിയിരിക്കുന്നു. മുഖ്യമായ നേട്ടം തന്നെ ഓർമ്മയിലൂടെയാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് ആയുസ് വലുതാകേണ്ടത്. ഡ്രാമയെ കുട്ടികൾ മനസ്സിലാക്കുമെങ്കിൽ ഒരിക്കലും ചിന്തകൾ ഉണ്ടാകില്ല. ഡ്രാമയിൽ ഈ സമയം ജ്ഞാനം പഠിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെതും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പാർട്ട് നിലയ്ക്കും. ബാബയുടേതോ നമ്മുടെയോ പാർട്ടുണ്ടായിരിക്കില്ല. ആ ഒന്നിൻ്റെ നൽകുന്നതിൻ്റെ പാർട്ടോ നമ്മുടെ നേടുന്നതിൻ്റെ പാർട്ടോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒന്നാകുമല്ലോ. നമ്മുടെ പാർട്ട് പുതിയ ലോകത്തിൽ ഉണ്ടാകും. ബാബയുടെ പാർട്ട് ശാന്തിധാമത്തിലായിരിക്കും. ഡ്രാമയുടെ റീൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. പാർട്ടിൻ്റെ റീൽ നിറച്ചു വെച്ചിരിക്കുന്നല്ലോ. നമ്മുടെ പ്രാപ്തിയുടെ പാർട്ട്
ബാബയുടേത് ശാന്തിധാമത്തിലെ പാർട്ട്. കൊടുക്കുന്നതിൻ്റെയും എടുക്കുന്നതിൻ്റെയും പാർട്ട് പൂർത്തിയായി. ഡ്രാമ തന്നെ പൂർത്തിയായി. പിന്നെ നമ്മൾ രാജ്യം ഭരിക്കുവാനായി വരും. ആ പാർട്ട് ചേഞ്ച് ആകും. ജ്ഞാനം സ്റ്റോപ്പ് ആകും. നമ്മൾ അതായി മാറും. പാർട്ട് തന്നെ പൂർത്തിയായെങ്കിൽ ബാക്കി വ്യത്യാസമുണ്ടായിരിക്കില്ല. കുട്ടികളുടെയും അച്ഛൻ്റെയും പാർട്ട് ഉണ്ടായിരിക്കില്ല. ഇദ്ദേഹവും ജ്ഞാനം പൂർണ്ണമായും എടുക്കുന്നു. ആ ഒന്നിൻ്റെ അടുക്കലും ഒന്നും അവശേഷിക്കുന്നില്ല. കൊടുക്കുന്നയാളുടെ അടുക്കലും അവശേഷിക്കുന്നില്ല. എടുക്കുന്നവരിലും കുറവ് അവശേഷിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും അന്യോന്യം സമാനമായി. ഇതിൽ വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ ബുദ്ധി ആവശ്യമാണ്. വിശേഷ പുരുഷാർത്ഥം ഓർമ്മയുടെ യാത്രയുടേതാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കേൾപ്പിക്കുമ്പോൾ സ്ഥൂല കാര്യമാകുന്നു. ബുദ്ധിയാണെങ്കിൽ സൂക്ഷ്മമാണല്ലോ. ശിവ് ബാബയുടെ രൂപം എന്താണ് എന്ന് ഉള്ളിൽ അറിയുന്നു. മനസ്സിലാക്കിക്കുന്നതിൽ സ്ഥൂല രൂപമാകുന്നു. ഭക്തി മാർഗത്തിൽ വലിയ ലിംഗമുണ്ടാക്കുന്നു. ആത്മാവാണെങ്കിൽ ചെറുതാണല്ലോ. ഇത് പ്രകൃതിയാ ഉള്ളതാണ്. അവസാനം അന്വേഷിച്ച് എവിടം വരെ പോകും? പിന്നെ ഒടുവിൽ അനന്തം എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മുഴുവൻ പാർട്ടും ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. ഇത് പ്രകൃതിയാ ഉള്ളതാണ്. അവസാനം കണ്ടെത്തുവാൻ സാധിക്കില്ല. സൃഷ്ടിചക്രത്തിൻ്റെ അവസാനത്തെ കണ്ടെത്തുന്നു. രചയിതാവിൻ്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തെ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ബാബ നോളജ് ഫുള്ളാണ്. പിന്നെ നമ്മളും ഫുള്ളാകും. നേടുവാനായി ഒന്നും ബാക്കിയുണ്ടാകില്ല. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് പഠിപ്പിക്കുന്നു. ആ ഒന്ന് ബിന്ദുവാണ്. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. പ്രയത്നിച്ച് ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ വികർമ്മം വിനാശമാകും. ബാബ പറയുന്നു, എന്നിൽ ജ്ഞാനം നിലയ്ക്കും. അപ്പോൾ നിങ്ങളിലും നിലയ്ക്കും. നോളജ് എടുത്ത് ഉയർന്നവരായി മാറുന്നു. സർവ്വതും എടുക്കുന്നു. എങ്കിലും ബാബ തന്നെയാണല്ലോ. നിങ്ങൾ ആത്മാക്കൾ ആത്മാവ് തന്നെയായിരിക്കും. പിതാവായിരിക്കുകയില്ല. ഇതാണ് ജ്ഞാനം. അച്ഛൻ തന്നെയാണ്. കുട്ടികൾ കുട്ടികളാണ്. ഇതെല്ലാം വിചാരസാഗര മഥനം ചെയ്ത് ആഴത്തിൽ പോകേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും പോകേണ്ടതുണ്ട് എന്നതും അറിയുന്നു. എല്ലാവരും പോകാൻ പോകുന്നവരാണ്. ബാക്കി ആത്മാവ് പോയി വസിക്കും. മുഴുവൻ ലോകവും തന്നെ സമാപ്തമാകേണ്ടതുണ്ട്. ഇതിൽ നിർഭയരായി ഇരിക്കേണ്ടതുണ്ട്. നിർഭയരായി ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ശരീരത്തിൻ്റെയും മറ്റും യാതൊരു ബോധവും വരരുത്. ആ അവസ്ഥയിലേക്ക് പോകണം. ബാബ തനിക്ക് സമാനമാക്കി മാറ്റുന്നു. കുട്ടികളായ നിങ്ങളും തനിക്ക് സമാനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ബാബയുടെ തന്നെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഇപ്പോൾ സമയമുണ്ട്. ഈ റിഹേഴ്സൽ തീവ്രമായി ചെയ്യേണ്ടി വരും. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നിന്നു പോകും. കാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങും. അപ്രതീക്ഷിതമായി ഹാർട്ട് ഫെയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. തമോ പ്രധാന ശരീരത്തിന് ഹാർട്ട് ഫെയിൽ ഉണ്ടാകാൻ സമയമെടുക്കില്ല. എത്രത്തോളം അശരീരി ആയിക്കൊണ്ടിരിക്കുമോ, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമോ, അത്രയും സമീപം വന്നുകൊണ്ടിരിക്കും. യോഗമുള്ളവർ തന്നെയാണ് നിർഭയരായിരിക്കുന്നത്. യോഗത്തിലൂടെ ശക്തി ലഭിക്കുന്നു. ജ്ഞാനത്തിലൂടെ ധനം ലഭിക്കുന്നു. കുട്ടികൾക്ക് ആവശ്യം ശക്തിയാണ്. അപ്പോൾ ശക്തി നേടുന്നതിനായി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബാബ അവിനാശി സർജനാണ്. ആ ഒന്ന് ഒരിക്കലും പേഷ്യൻ്റ് ആവുക സാധ്യമല്ല. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ അവിനാശി ഔഷധം എടുത്തുകൊണ്ടിരിക്കൂ. ഞാൻ ഇങ്ങനെയുള്ള സഞ്ജീവനി
ഔഷധം നൽകുന്നു. അതിലൂടെ ഒരിക്കലും ആരും രോഗബാധിതർ ആകേണ്ടി വരില്ല. കേവലം പതീത പാവനായ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ പാവനമായി മാറും. ദേവതമാർ സദാ നിരോഗിയും പാവനവുമാണല്ലോ. കുട്ടികൾക്ക് ഈ നിശ്ചയം ഉണ്ടായിക്കഴിഞ്ഞു. നമ്മൾ കൽപ്പകൽപ്പങ്ങളായി സമ്പത്ത് നേടുന്നു. ഈ മെമ്മോറിയൽ ടൈം ബാബ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് പോലെ ബാബ എന്ത് പഠിപ്പിക്കുന്നുവോ മനസ്സിലാക്കിക്കുന്നുവോ ഇത് തന്നെയാണ് രാജയോഗം. ആ ഗീതയും മറ്റുമെല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ്. ഈ ജ്ഞാനമാർഗം ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ബാബ തന്നെയാണ് വന്ന് താഴെ നിന്നും മുകളിൽ ഉയർത്തുന്നത്. ആരാണോ ഉറച്ച നിശ്ചയബുദ്ധിയുള്ളവർ അവർ തന്നെയാണ് മാലയിലെ മുത്താകുന്നത്. കുട്ടികൾ മനസ്സിലാക്കുന്നു, ഭക്തി ചെയ്ത് ചെയ്ത് നമ്മൾ താഴെ വീണു വന്നു. ഇപ്പോൾ ബാബ വന്ന് സത്യമായ സമ്പാദ്യം ചെയ്യിപ്പിക്കുന്നു. എത്രത്തോളം പാരലൗകിക പിതാവ് സമ്പാദ്യം ചെയ്യിക്കുന്നുവോ അത്രയും ലൗകിക പിതാവ് ചെയ്യിക്കുന്നില്ല. ശരി, കുട്ടികൾക്ക് ഗുഡ് നൈറ്റ്, നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായ ഗുസ്തിക്കാരനായി മുന്നിൽ വരും. അതിനെ ഭയപ്പെടരുത്. മായ ജീതാകണം. ഓരോ ചുവടും ശ്രീമത്തനുസരിച്ച് നടന്ന് തൻ്റെ മേൽ സ്വയം കൃപ കാണിക്കണം. തൻ്റെ സത്യമായ കണക്ക് ബാബയോട് പറയണം. ട്രസ്റ്റിയായി കഴിയണം. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മയുടെ അഭ്യാസം ചെയ്യണം. വരദാനം: ആത്മീയ റോസാ പുഷ്പമായി ദൂരെ ദൂരെ വരെയും ആത്മീയ സുഗന്ധം പരത്തുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. ആത്മീയ റോസാ പുഷ്പം തൻ്റെ ആത്മീയ വൃത്തിയിലൂടെ ആത്മീയതയുടെ സുഗന്ധം ദൂരെ ദൂരെ വരെ വ്യാപിപ്പിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ സദാ സുപ്രീം ആത്മാവ്, പരമാത്മാവ് നിറഞ്ഞിരിക്കുന്നു. അവർ സദാ ആത്മാവിനെ നോക്കുന്നു, ആത്മാവിനോട് സംസാരിക്കുന്നു. ഞാൻ ആത്മാവാണ്. സദാ സുപ്രീം ആത്മാവിൻ്റെ ഛത്രഛായയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവായ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നവൻ സുപ്രീം ആത്മാവാണ്. ഇങ്ങനെ ഓരോ സെക്കൻഡിലും പ്രഭു ഹാജരാണ് എന്ന അനുഭവം ചെയ്യുന്നവർ സദാ ആത്മീയ സുഗന്ധത്തിൽ അവിനാശിയും ഏകരസവുമായി ഇരിക്കുന്നു. ഇത് തന്നെയാണ് ആത്മീയ സേവാധാരിയുടെ നമ്പർ 1 വിശേഷത. സ്ലോഗൻ: നിർവിഘ്നമായി സേവനത്തിൽ മുന്നിലുള്ള നമ്പർ നേടുക എന്നാൽ നമ്പർ 1 ഭാഗ്യശാലി ആവുക എന്നർത്ഥം. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ബ്രാഹ്മണ ജീവിതത്തിൽ ദേഹത്തിൻ്റെ ബന്ധനം, സംബന്ധത്തിൻ്റെ ബന്ധനം, സാധനങ്ങളുടെ ബന്ധനം എല്ലാം സമാപ്തമായി കഴിഞ്ഞുവല്ലോ. ഒരു ബന്ധനവും ഇല്ല. ബന്ധനം അതിൻ്റെ വശത്താക്കുന്നു. സംബന്ധം സ്നേഹത്തിൻ്റെ സഹയോഗം നൽകുന്നു. അപ്പോൾ ദേഹത്തിൻ്റെ സംബന്ധികളുടേത് ദേഹവുമായി ബന്ധപ്പെട്ട സംബന്ധമല്ല, എന്നാൽ ആത്മീയ സംബന്ധമാണ്. ഇങ്ങനെയുള്ള ബ്രാഹ്മണൻ എന്നാൽ ജീവൻ മുക്തം എന്നർത്ഥം. ഓം ശാന്തി. മനസ്സിൽ ഇങ്ങനെ സങ്കൽപ്പിക്കൂ: സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു.
എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ. ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ, സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂലദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ. ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ, ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവ് ബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ.
വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീര സഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.